ഇന്ന് RSSന്റെ പ്രവർത്തനം എത്താത്ത മേഖലകളില്ല. എല്ലാ സമഗ്ര മേഖലയിൽ RSSന്റെ പ്രവർത്തനമുണ്ട്. ഇവരിപ്പോ ഈ നിഷേധിക്കുന്നതുകൊണ്ടോ എതിർക്കുന്നത് കൊണ്ടോ RSSന്റെ പ്രവർത്തനത്തെ ഒന്നും ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. നമുക്കറിയാലോ RSSും BJPയും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്കറിയാം. സംഘപരിവാർ പ്രസ്ഥാനമാണ്. 15% വോട്ട് ഇത്തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കിട്ടി. ഇവരിത് ആരെയാ എതിർക്കാൻ പോകുന്നേ? ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആരാ? RSSന്റെ വക്താവാണ് ഞാൻ, അല്ലെങ്കിൽ RSSന് ഞാൻ അഭിമാനം കൊള്ളുന്നു പറയുന്ന നരേന്ദ്രമോദിയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഏതാണ്ട് 1000-ഓളം MLAമാർ ഇന്ന് BJPയിലുണ്ട്. അവരൊക്കെ RSS ബന്ധമുള്ളവരല്ലേ? എത്രയോ മുഖ്യമന്ത്രിമാരുണ്ട് RSS ബന്ധത്തിൽ അഭിമാനം കൊള്ളുന്ന എത്രയോ മുഖ്യമന്ത്രിമാരുണ്ട്, എത്രയോ കേന്ദ്രമന്ത്രിമാരുണ്ട്, എത്രയോ ഗവർണർമാരുണ്ട്. ഇത്തരം തരത്തിൽ ഈ വളരെ സമഗ്രമായിട്ട് എല്ലാ മേഖലകളെയും ബാധിക്കുന്ന വിധത്തിൽ വളർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിനെ ഈ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ 100-200 അമ്പലങ്ങളിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഈ പ്രസ്ഥാനം നശിക്കുമെന്ന് ഇവർ കരുതുന്നതാണ് അബദ്ധം. ഞാൻ പറഞ്ഞ പരമേശ്വർജി നേരത്തെ പറഞ്ഞ പ്രസ്താവന ഞാൻ സൂചിപ്പിച്ചത്. കാരണം മാധവിക്കുട്ടിയെ ഇസ്ലാമിനെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു പ്രസ്താവനയില്ലേ, അതുപോലെ തന്നെയാണ് ഇവരുടെ അവസ്ഥ ഇന്ന്. ഇവര് ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് ഇവർ സമാന്തരമായിട്ട് പരിപാടികൾ നടത്തിയ പല സ്ഥലങ്ങളിലും. അതുകൊണ്ട് എന്താണ്ടായ പ്രയോജനം? RSS നടത്തിയ അല്ലെങ്കിൽ ബാലഗോകുലം നടത്തിയ പരിപാടികളിലൊക്കെ തന്നെ മുൻകാലങ്ങളിലൊന്നുമില്ലാത്ത വിധം ജനങ്ങൾ പങ്കെടുത്തു. അതിൽ കൂടുതൽ ജനങ്ങൾ പങ്കെടുത്തു മാത്രമല്ല, കൂടുതൽ ശോഭയാത്രകൾ നടന്നു, പരിപാടികൾ നടന്നു. ഇതൊന്നും കേരളത്തിലെയോ ഓൾ ഇന്ത്യ തലത്തിലോ RSSനെയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. അത് ഇവർക്കിപ്പോ ഒരു കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ബിനു, ഈ ശബരിമല വിവാദം വന്ന സമയത്ത് RSSും സംഘപരിവാറും സ്വീകരിച്ച നിലപാടിന് അനുകൂലമായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണത്. പരസ്യമായിട്ട് അദ്ദേഹം രണ്ടുപേരുടെ നിലപാടുകൾക്ക് സമാനമായിരുന്നു. ഇപ്പോ കേരള സർക്കാർ തീരുമാനിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ നിന്ന് RSSനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ആ തീരുമാനം നടപ്പാക്കേണ്ടത് ഇതേ ദേവസ്വം ബോർഡ് പ്രസിഡന്റല്ലേ? അല്ലാതെ സർക്കാരിന് ചെന്നിട്ട് നടപ്പാക്കാൻ പറ്റുമോ അമ്പലത്തിനകത്ത്?